പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭകാലത്തിന് മുന്നേ തന്നെ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് അസസ് ചെയ്യലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് ന്യൂട്രീഷനെ കുറിച്ചാണ് പറയുന്നത്. ഈറ്റ് സേഫ് ആൻഡ് ഈറ്റ് പ്രോപ്പർലി എന്നുള്ളതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾ, നട്ട്സ്, അങ്ങനത്തെ എല്ലാ ഘടകങ്ങളും അടങ്ങി കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള അളവിലുള്ള ഭക്ഷണമായിരിക്കണം അമ്മ കഴിക്കേണ്ടത്. കൂടാതെ ചില ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഗുളിക കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ വരുമ്പോൾ ADEK ഇതെല്ലാം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ ഫാറ്റിൽ സ്റ്റോർ ചെയ്യാൻ ചാൻസ് ഉള്ള വൈറ്റമിൻസ് ആണ്. അപ്പൊ അത് നമ്മളെ കുറയുന്നതിന് പകരം കൂടുന്ന ഒരു പ്രവണത വരാൻ ചാൻസ് ഉണ്ട്. ഈ വൈറ്റമിൻ D ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് ഇപ്പൊ എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് തന്നെ ഈ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ വൈറ്റമിൻ എയുടെ അളവും കൂടുതലാവാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വൈറ്റമിൻസ് കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഏത് വൈറ്റമിൻ ആണ് കൂടുതലായി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഫോളിക് ആസിഡ് നിർബന്ധമായി കഴിക്കണം. അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്തതിന് 1 മാസം മുമ്പെങ്കിലും ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം. 400 മൈക്രോഗ്രാം ഓഫ് ഫോളിക് ആസിഡ് ആണ് നമ്മുടെ റെക്കമെൻഡഡ് ഡോസ്. മുൻപ് സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്ന കുട്ടികൾ ഉണ്ടായിട്ടുള്ളവര്, അല്ലെങ്കിൽ ഫാമിലിയിൽ അങ്ങനെ ഹിസ്റ്ററി ഉള്ളവര്, അല്ലെങ്കിൽ സീഷർ ഡിസോർഡർ, എപ്പിലെപ്സി, വെട്ടൽ, ജെന്നി എന്നൊക്കെ പറയില്ല, അതിനു വേണ്ട മരുന്ന് കഴിക്കുന്നവർ, ഇങ്ങനെയുള്ള ചില വിഭാഗത്തിൽപ്പെട്ട ആൾ ഇതിനേക്കാളും കൂടിയ അളവിൽ ഏകദേശം 4 മില്ലിഗ്രാമോളം ഫോളിക് ആസിഡ് കഴിക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം കുട്ടിയുടെ ന്യൂറൽ ട്യൂബ്, സ്പൈനൽ കോഡിലെ ഡിഫക്റ്റുകൾ പ്രിവെന്റ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്, പ്രയോജനപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. കൂടാതെ നമ്മുടെ ഭക്ഷണത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, വലിയ മീനുകൾ, അതായത് സമുദ്രത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്ന മീനുകൾ, കൂടുതൽ സമയം വെള്ളത്തിലുള്ള മീനുകൾ, അതായത് ഷാർക്ക്, സ്രാവ് പോലത്തെ വലിയ മീനുകളിൽ മെർക്കുറി കണ്ടന്റ് വളരെ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അങ്ങനെയുള്ള മീനുകൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെറിയ മീനുകളാണെങ്കിൽ 2 or 3 ടൈംസ് വീക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൂടാതെ ക്യാൻഡ് ഫുഡ്, പിന്നെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ചീസ്, അൺപാസ്ചറൈസ്ഡ് അല്ലെങ്കിൽ റോ ആയിട്ടുള്ള മിൽക്ക്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടേ സാലഡ് പോലും ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാതെ മുളപ്പിച്ച സാധനങ്ങൾ കഴിക്കുമ്പോൾ ഒന്ന് ആവിയിൽ വേവിച്ച് കഴിക്കുന്നതായിരിക്കും പ്രയോജനം. ഇതെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? കഴിക്കേണ്ട ഭക്ഷണം കൃത്യമായ അളവിലും സേഫ് ആയിട്ടും കഴിക്കുക എന്നുള്ളതാണ് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നമ്മൾ തുടങ്ങേണ്ട ശീലം. ഇത് ത്രൂ ഔട്ട് പ്രഗ്നൻസിയും നോക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് കഴിയുന്നതും ഒബീസിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രഗ്നൻസിയിൽ ഒബീസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വരാവുന്ന വളരെയധികം കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് കഴിയുന്നതും ഒബീസിറ്റി കൺട്രോൾ ചെയ്ത്, ഭക്ഷണം കൊണ്ടും എക്സസൈസ് കൊണ്ടും ഒബീസിറ്റി കൺട്രോൾ ചെയ്ത ശേഷം പ്രഗ്നന്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് അണ്ടർ വെയിറ്റ് അഥവാ വെയിറ്റ് തീരെ കുറവുള്ളവരും ഒരു ഓപ്റ്റിമം വെയിറ്റിൽ എത്തിയ ശേഷമാണ് പ്രഗ്നൻസി ഏറ്റവും അഭികാമ്യം. ഇതിന്റെ എല്ലാം ഒരു സാരാംശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസി എപ്പോഴും പ്ലാൻഡ് ആയിരിക്കണം. ഒരു അൺപ്ലാൻഡ് പ്രഗ്നൻസിയെക്കാളും പ്രഗ്നൻസി പ്ലാൻഡ് ആയിട്ട് വരുമ്പോൾ കൂടുതൽ അഡ്വാൻറ്റേജസ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ട്. ഇതാണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന്റെ ഉദ്ദേശം. അതായത് ആരോഗ്യപൂർണമായ ഒരു ഗർഭകാലത്തിലൂടെ കടന്നുപോയി ഒരു അമ്മ ആരോഗ്യത്തോടു കൂടി ഒരു കുട്ടിയെ ഡെലിവർ ചെയ്യുക, ഏറ്റവും റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിന്റെ ഉദ്ദേശം.